അപ്പം നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ അപ്പം നമ്മളിപ്പം 100 മെമ്പേഴ്സുള്ള 100 അല്ല 101 101 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ സാധാരണ ഞാൻ കണ്ടേക്കുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ചെയ്തേക്കുന്നത്, ഞാൻ എന്നെ യൂട്യൂബർ എന്നങ്ങനെ വിളിക്കുന്നില്ല, യൂട്യൂബർ എല്ലാവരും ചെയ്തേക്കുന്നത് അവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റേ സിൽവർ പ്ലേ ബട്ടൺ, മറ്റേ ഗോൾഡ് പ്ലേ ബട്ടണൊക്കെ കിട്ടത്തില്ലേ, മറ്റേ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇവർക്ക് ചെയ്തുകൂടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. എനിക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല, സത്യമായിട്ടും. അത് എന്നാ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സ് വെച്ച് പുലർത്തുക അങ്ങനെയാണോ അതിനെ പറയേണ്ടത്, എനിക്കറിയില്ല അതിനെ എങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ 2 ഫ്രണ്ട്സ്, അവർക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, കൃഷ്ണനും അല്ലിനും. അപ്പം ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ ഏതാണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ ഇവളെന്നാണ് എൻ്റെ അടുത്ത് വന്നത്, ഇതൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടിടുക, അതുപോലെ യൂട്യൂബിലും കൊണ്ടിടുക, നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന്. അങ്ങനെ ചുമ്മാ ഇരുന്ന എനിക്ക് അവർ വളരെയധികം മോട്ടിവേഷൻ തന്നു. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു വിരലിലെണ്ണാൻ വേണ്ടി പറ്റുന്ന അടുത്ത കൂട്ടുകാരെ എനിക്കുള്ളൂ. സത്യം, എനിക്ക് അത്രയേ ഉള്ളൂ ആൾക്കാർ. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ വിളിച്ച്, അതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാൻ എനിക്ക് ശരിക്കും ഈ ഒരു പ്രൊഫഷനിൽ നാണം ഉണ്ടായിക്കൂടെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര കൂടുതലാണ്. ഞാൻ അവരെ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ പറയുന്നത് എനിക്കൊരു മോശക്കേടായിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഈ വിരലുണ്ടാൻ വേണ്ടി പറ്റുന്ന എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് മാത്രമേ ഞാൻ ആ പഴയ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, ഇവളുമാർക്ക് കല്യാണം കഴിച്ചതാണ്, അപ്പോൾ അവളുമാരുടെ കെട്ടിയവരുടെ അടുത്ത് പറയണമെന്ന് ഞാൻ പറയുമായിരുന്നു. അത്രയും മാത്രം ഞാൻ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടു. എനിക്ക് തോന്നുന്നു കുറേ കാലം 18 അങ്ങനെ ഏതാണ്ട് സബ്സ്ക്രൈബേഴ്സിലാണ് ഞാൻ നിന്നെ. ഇപ്പം ഈ വീഡിയോയ്ക്ക് ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പ് എങ്ങനെ വന്നാന്നറിയോ, ഞാൻ ഷൂട്ട് ചെയ്ത സാധനം കൃത്യമായിട്ടാണോ, ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും അതും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ ഇരുന്ന് അധികം പറഞ്ഞൊന്നും വലിയ ശീലമൊന്നും എനിക്കില്ല. അതുകൊണ്ട് മേ ബി ഇനി ഞാൻ വീഡിയോസ് ഫർദർ ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തല്ലേ ശരിയാവുമായിരിക്കും അല്ലേ, അങ്ങനെ. അപ്പം ഞാൻ ആദ്യത്തെ മറ്റേ ഏതാണ്ട് 1-2 വീഡിയോ ഇട്ടു. ആ സമയത്ത് എൻ്റെ അനിയത്തി ഉണ്ടാകുമ്പോൾ, അപ്പം അവളാണ് എനിക്ക് ശരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്നും കൂടെ പോസ്റ്റ് ഇടുന്ന പോലെ അല്ല യൂട്യൂബിലുണ്ട്. അപ്പം എനിക്കിതിൻ്റെ വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ആ സമയത്ത് അമ്മൂന് ഈ പറയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമും ഇല്ല, അമ്മൂന് ഫേസ്ബുക്കിലും അമ്മു ആക്റ്റീവ് അല്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അമ്മു ആണ് ഇങ്ങനെ ഒരു യൂട്യൂബ് അക്കൗണ്ടൊക്കെ അമ്മു ആണ് ഉണ്ടാക്കി തരുന്നത്. അവള് പൊതുവെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളൊന്നും അല്ല അമ്മു. പക്ഷേങ്കിൽ ഞാനിങ്ങനെ ആക്റ്റീവായിട്ട് ഞാൻ ആക്റ്റീവാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കൊക്കെ കൊണ്ട് വല്ല പോസ്റ്റൊക്കെ ഇടാറുണ്ടെന്നല്ലാതെ ഞാനും ഈ സംഭവത്തിൽ അഡിക്റ്റഡ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ ഞാനിങ്ങനെ അമ്മൂൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളാണ് വളരെ സർപ്രൈസിംഗ്ലി എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ എടുത്തു തന്നത്. എന്ന് മാത്രമല്ല ഒരു സമയം വരെയൊക്കെ ശരിക്കും നമ്മൾ ഇന്നത്തെ ഒരു ജനറേഷൻ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിംഗ് എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ ഫോളോ ചെയ്യാതെ നമ്മുടെ അക്കൗണ്ടൊക്കെ കയറി പരിശോധിക്കുന്നതാണ് സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ അതല്ല. എനിക്ക് ഈ അമ്മുമില്ലേ എൻ്റെ അനിയത്തി, അപ്പോൾ ഇവളിങ്ങനെ എനിക്ക് കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ചേച്ചിയുടെ അക്കൗണ്ടിൻ്റെ അകത്ത് നോക്കും, അതിൻ്റെ അകത്ത് ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടോ വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ടോ നോക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ആദ്യമായിട്ടാണ് എനിക്കൊരു ഗ്രോത്ത് ഉണ്ടോ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്ന് നോക്കുന്നതെന്ന്. അപ്പോൾ ഇവളെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും, ചേച്ചിക്ക് ഇടയ്ക്ക് വീഡിയോ ഇട്ടുകൂടെ. അങ്ങനെ ഇവളാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. കാരണം ഇവൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക്
എന്തോ ഇങ്ങനെ സംസാരിച്ചു മാത്രം വരെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കിത് വല്ല ഇൻസ്റ്റഗ്രാമിൽ വല്ലതും കൊണ്ടിട്ടാൽ പോരെ, എന്തിനാണ് ഇതൊക്കെ യൂട്യൂബിൽ കൊണ്ടിടുന്നത് എന്നൊരു രീതിയിൽ, യൂട്യൂബിൽ ഇടുന്ന മാത്രം പേടിയാന്നൊരു രീതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാത്രം ഒന്നും പേടിക്കണ്ട, കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടുന്നൊരു വീഡിയോ മിനിമം ഒരു 400-450 പേരെങ്കിലും എങ്ങനെ പോയത് കാണും. പക്ഷേ എങ്കിൽ ഇതേ സാധനം ഞാൻ യൂട്യൂബിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 120 പേര് പോലും കാണാം. അതുകൊണ്ട് യൂട്യൂബാണ് സേഫ് എന്ന്. അങ്ങനെ പിന്നെ എന്നതാ ഞാൻ പറയാൻ വേണ്ടി വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. സത്യമായിട്ടും എൻ്റെ ഈ കയ്യിൽ എണ്ണാൻ വേണ്ടി പറ്റുന്ന ഈ കൂട്ടുകാരെന്ന് ഞാൻ പറഞ്ഞേക്കുന്നില്ല. അവരുടെ അടുത്ത് മാത്രമേ ഞാൻ അവളുമാരുടെ അടുത്തും അവളുമാരുടെ കെട്ടിയവന്മാരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ കുറച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏജിലുള്ള ചിലരൊക്കെ ആണെങ്കിലും ഇങ്ങനെ പറയും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു ഒരു +2 താഴെയുള്ള നമ്മുടെ കസിൻ പിള്ളേരില്ലേ, ഇവരിതിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് പോട്ടെ. എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിലെ മേ ബി കെട്ടി വന്നേക്കുന്ന ആളുകളിൽ ആദ്യത്തേത് എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും തോന്നുന്നു. അതുകൊണ്ട് ഈ കസിൻ പിള്ളേർക്കൊക്കെ ഇവളുമാരൊക്കെ എന്നെ കണ്ടു കഴിയുമ്പോൾ ഇവളുമാർ പറയും, ചേച്ചി ഞങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നു, ഞാൻ മറ്റേ ഉടുപ്പി വ്ളോഗ് കിട്ടുന്ന സമയത്ത്, ആ ചേച്ചി ഏതൊക്കെ ലാംഗ്വേജ് ചേച്ചി സംസാരിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാനിങ്ങനെ ചോദിക്കും അവളുമാരുടെ അടുത്ത്, നിങ്ങളൊക്കെ ശരിക്കും ഇത് കാണുമോ? അപ്പം ഞങ്ങൾ മൊത്തം കാണുമ്പോൾ പറയും. അപ്പം അങ്ങനെ എൻ്റെ കസിൻ കുട്ടികളുണ്ട്. പിന്നെ കഴിഞ്ഞ ഇടയ്ക്ക് വേറൊരു മാത്തൻ്റെ കസിന് അവനിങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നെന്ന്, എനിക്ക് ദീപ്തി ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പോലും എനിക്കൊരു പെയ്ഡ് പ്രൊമോഷൻ പോലെ, പെയ്ഡല്ല അൺപെയ്ഡാണ്, പെയ്ഡ് അൺപെയ്ഡ് വാട്ട് അത് വിട്ടുകളാ, അങ്ങനെയല്ല ഞാൻ പോലും അത്ര ഇങ്ങനെ ഇതായിട്ട് നിങ്ങളത് ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല. പക്ഷേ എങ്കിലും ഇവരങ്ങനെ പറയുന്നത് എനിക്ക് വേണ്ടി പറയാൻ ആൾക്കാരുണ്ട് എന്നൊരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് സത്യമായിട്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവളെന്തിനാണ് കുറേ സമയമാവണം, ഇവളെന്തിനാണ് ഇങ്ങനെ കിടന്ന് ഈ താങ്ക്സ് ഗിവിങ് പറയുന്നത്. അവൻ എൻ്റെ ഒരു കസിൻ ഉണ്ട് അച്ചു. അപ്പോൾ ഞാനിങ്ങനെ അച്ചു ഇങ്ങനെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയും. അച്ചു ഒരു +1 ആ ഒരു സമയത്താണ്, +1+2 അപ്പോൾ ഞാനിങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ പറയും, അച്ചുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണം, അച്ഛൻ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 2 ബെസ്റ്റ് ഫ്രണ്ട്സിലും ഉണ്ടാവും ഇല്ലേ, അവരുടെ അടുത്ത് പറയണം ദീപ്തി ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവളുടെ അടുത്ത് ഞാൻ പറയട്ടെ, രഹസ്യമായിട്ട് പറയും. അപ്പോഴത്തേക്കും ഇവിടെ പറയും, ഇല്ല ചേച്ചി എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമല്ല, എനിക്ക് 6-7 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ചു നീ അങ്ങനെ പറയുമോ എന്ന് ചോദിക്കുക. അപ്പം അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ എനിക്ക് ഇവിടുന്ന് ഒക്കെ സബ്സ്ക്രൈബേഴ്സിനെ തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ പോയിന്റ് ഇതാണ്, എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് 25 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാവും ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ മിച്ചം വന്ന ഒരു 75-76 പേര് ഞാൻ പറയുക പോലും ചെയ്യാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്. എനിക്ക് അവരോട് ശരിക്കും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കുന്നത്. ഇത് ഈ സമയത്ത് ആവശ്യമുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് നന്ദി പറയാൻ 500-1000 ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം 100 ആവുന്ന ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല, സത്യമായിട്ട് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ ഇത് 100 ആയത് വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വലിയ സംഭവം അല്ലായിരിക്കും, പക്ഷേ ഇത് എനിക്കൊരു വലിയ സംഭവം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരിക്കൽ പോലും അങ്ങനെ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാവുന്ന ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല സത്യമായിട്ട്. അപ്പം ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇങ്ങനെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ അവളുമാർ പറയും കൊള്ളാട്ടോ എന്ന്. സത്യമായിട്ടും ഇത് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഈ 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് ഒരാളെങ്കിലും കൊള്ളാന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ദീപ്തി ഇത് നിനക്ക് ചെയ്യാം എന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ എനിക്കങ്ങനെ കണ്ടന്റും പരിപാടികൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ ഞാൻ പറയാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വിൽക്കും പരിപാടികളും ഇതുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടൊരു കൊച്ചിലെ തൊട്ടേ ഞാൻ ഒരുപാട് ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരെന്നെ എന്നാന്ന് പറയുന്ന ഒരുപാട് ചീത്ത പറയുക എന്നാണോ അത് ശരിക്കും എനിക്ക് അറിയില്ല എന്നാത്തിനാന്ന്. അതുകൊണ്ട് പറഞ്ഞേക്കുന്നത് വർത്താനത്തിന്റെ ബേസിസിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തി പറ ദീപ്തി ആണെങ്കിൽ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാൻ നിർത്തി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആൾക്കാർ പറയും ദീപ്തി തെറിച്ച് സംസാരിക്കുന്നതെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇരുന്ന് സംസാരിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ സംസാരം ശരിയല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്, സത്യമായിട്ടും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ
ചിലപ്പോഴൊക്കെ ആണെങ്കിലും ഈ കൊച്ചിലെന്ന് പറഞ്ഞാൽ 10-ലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു ചിലപ്പം നിന്റെ സൗണ്ടിൻ്റെ ആയിരിക്കും. പക്ഷേ എങ്കിൽ ആരൊക്കെ എന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. സത്യമായിട്ടും ആരൊക്കെ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ദീപ്തി പറയുന്നത് വേറെ ഒരു രീതിയിലാണ് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. അല്ലാതെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ് ഞാൻ എനിക്ക് നോയെങ്കിലും എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് എനിക്കില്ല. പക്ഷേ എങ്കിൽ ഈ സൗണ്ട് ഇത്ര വലിയ പ്രശ്നമാണോ എനിക്കറിയില്ല. പിന്നെ ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇങ്ങനെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ആർട്ടിഫിഷ്യൽ അല്ലാതെ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ജെനുവൻലി ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ എങ്കിൽ ഈ വോയിസ് ഓവറൊക്കെ പോകുന്ന സമയത്തൊക്കെ എൻ്റെ വീഡിയോയും എൻ്റെ ഓഡിയോയും ഒന്നും മാച്ച് ചെയ്യാതെ ഞാൻ അതിനെ കട്ട് ഷോട്ട് ചെയ്താക്കുന്നതുകൊണ്ട് അങ്ങനെയായി പോകുന്നതാണ്. ഇപ്പം എൻ്റെ വീഡിയോ ഒരു 10 മിനിറ്റ് അടുത്തായിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ഞാനിങ്ങനെ ചോദിക്കും, ഈ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ കമൻറ്റ് ബോക്സിലൊന്നും വന്ന് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളുടെ വീഡിയോ മൊത്തം കാണുമോ? അപ്പോൾ ഒരു എൻ്റെ കുട്ടികളൊക്കെ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അവളുമാർ പറയും ദീപ്തി 15 മിനിറ്റൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ നോക്കത്തിൻ്റെ ഇടയ്ക്ക് എപ്പോൾ കാണാനാണ്. അപ്പം എൻ്റെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണ്. പിന്നെ കുത്തിയിരുന്ന് കാണുന്നവരുണ്ട്. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു നെയ്ബർ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കുത്തിയിരുന്ന് കാണുന്നു. അപ്പോൾ എനിക്ക് സത്യം പറയാമല്ലോ, അങ്ങനെ എൻ്റെ വീഡിയോ കുത്തിയിരുന്ന് കാണുന്ന ഒരാളുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ആ ഒരു സന്തോഷം ഞാൻ എക്സ്പ്രസ് ചെയ്യാനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. സത്യമായിട്ടും താങ്ക് യു. എനിക്ക് ഒരിക്കലും ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ലൈക്കൊന്നും ഷെയറൊന്നും സബ്സ്ക്രൈബൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഷെയർ ചെയ്യാവേ. ഞാനും അമ്മയും കൂടെ പണ്ട് ഒരിക്കലും എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറയുക പോലും ചെയ്യാതെ നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനൊരു എൻ്റെ 100ാമത്തെ സബ്സ്ക്രൈബറിനെ എനിക്കൊന്ന് ആരാന്ന് അറിയണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ കിടക്കുന്നിടം വരെ എനിക്ക് 99 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. 99-98 ഇത് രാവിലെ ആയപ്പോഴാണ് 101 ആയത്. ഞാനിങ്ങനെ കൃത്യമായിട്ട് നോക്കി വെക്കും ആരായിരുന്നു എൻ്റെ ഒന്നാമത്തെ സബ്സ്ക്രൈബർ എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ എന്തായിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഞാൻ ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യുമോന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേങ്കിൽ ഇതിനി നീണ്ടുപോയി 500 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേങ്കിൽ ഈ 100 സബ്സ്ക്രൈബേഴ്സിനോട് ഫോർ എവർ ഐ വിൽ ബി താങ്ക്ഫുൾ. എന്ന് വെച്ചാൽ ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. വന്ന വഴി മറക്കില്ല. ഞാൻ വന്ന വഴി മറക്കും. എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ടോപ്പിക്കിന്ന് തെന്നു പറഞ്ഞില്ല. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊന്നും വഴി പഠിക്കത്തില്ല. അങ്ങനെ പിന്നെ കൊണ്ടുപോയി പഠിക്കത്തുള്ളൂ. അപ്പോൾ ഈ വന്ന വഴി മറക്കുന്നോളാന്ന് ഇവിടെ എല്ലാവരും കളിയാക്കി തന്നെ പറയും. പക്ഷേങ്കിൽ ഞാൻ നന്ദിയുള്ളൂ. ഞാൻ എൻ്റെ നന്ദി ഇതിലൂടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ വേറെ എവിടെയും കൊണ്ട് എഡിറ്റോ കട്ടോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം അത്രയേ ഉള്ളൂ. സത്യമായിട്ടും താങ്ക് യു. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അമ്മ എനിക്ക് വേണ്ടി വാവ പറയുന്നത് പറയാനല്ലെങ്കിൽ സബ്സ്ക്രൈബ്